Assalamualaikum warahmatullahi wabarakatuh. Bismillah walhamdulillah wassalatu wassalamu ala ashrafil rasulillah wa ala alihi wasahbihi ajma'in. അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അവൻ്റെ പരിശുദ്ധമായ ഇസ്ലാമിൽ അടിയുറച്ച് ജീവിക്കുവാനും അള്ളാഹുവിൻ്റെ മഹത്തായ അടിമകളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതു പ്രതിസന്ധിയിലും നാം പതറാതെ ഉറച്ചു നിൽക്കുന്നത് ഇലാഹിയായിട്ടുള്ള വിശ്വാസത്തിൻ്റെ അടിയുറച്ചുകൊണ്ടാണ്. എവിടെയാണ് സത്യവിശ്വാസികൾക്ക് അവർക്ക് അവരുടെ ഹൃദയാന്തരങ്ങളിൽ അള്ളാഹുവിൻ്റെ നാമവും അള്ളാഹുവിൻ്റെ സ്മരണയും എവിടെയാണ് അധിവസിക്കുന്നത്, അവിടെ അവർക്ക് അള്ളാഹുവിൻ്റെ മഹത്തായ ഇലാഹിയായ ദർശനം ലഭിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ ദർശനം ലഭിക്കാത്ത ഒരു ഹൃദയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് മരണത്തിന് സമാനമാണ്, അത് ശവത്തിന് സമാനമാണ്. ഒരിക്കലും അതിന് യാതൊരുവിധ പുനരുജ്ജീവനും ലഭിക്കുന്നതല്ല. അത് ജീവനില്ലാത്ത ജീവച്ഛവമായിക്കൊണ്ട് അവൻ്റെ ഹൃദയത്തിൽ ഒരു ബാധ്യതയായിക്കൊണ്ട് അവൻ ഈ ഭൂമി ലോകത്ത് കഴിഞ്ഞു പോകുന്നതാണ്. കാരണം അള്ളാഹുവിൻ്റെ സ്മരണയാണ് ഒരു അടിമക്ക് ഏറ്റവും കൂടുതൽ അവൻ്റെ ഹൃദയത്തിൽ അധിവസിക്കേണ്ടത്. ഇന്ന് നാം ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ ദീനിനെയും അവിടുത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അതുപോലെ തന്നെ മുസ്ലിമീങ്ങളെയും ഒന്നടങ്കം കൂട്ടത്തോടെ നരഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലി കിങ്കരന്മാരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പാവപ്പെട്ട ഫലസ്തീൻ ജനതയെ സംരക്ഷിക്കുമാറാകട്ടെ. നമുക്കറിയാം, നാമൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഇസ്രായേൽ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു ചെറിയ രാഷ്ട്രത്തെ ഏതോ കാലം തൊട്ട് അവർ ആക്രമിക്കാൻ തുടങ്ങിയതാണ്. ഇന്നും ആ ആക്രമണത്തിന് യാതൊരുവിധ കുറവും സംഭവിക്കുന്നില്ല, കൂടുകയല്ലാതെ ഒരിക്കലും കുറയുകയില്ല. അവരുടെ ഉള്ളിലെ കുറ്റബോധത്തിൻ്റെ ഒരു അംശം പോലും അവരുടെ ഉള്ളിൽ ബാക്കിയുണ്ടാകുന്നില്ല. കാരണം വീണ്ടും അതിൻ്റെ ഇരട്ടിയിലധികം വരുന്ന ആയുധങ്ങളുമായി കൊണ്ട് അവർ പാവപ്പെട്ട ഫലസ്തീനി ജനതയെ തിരിച്ചടിക്കുകയാണ്. നിരായുധരായ പാവപ്പെട്ട ഫലസ്തീനികൾ സ്വന്തം ജീവനും കൊണ്ട് അവിടുത്തെ പിഞ്ചോമനകളെയും അവർ വഹിച്ചുകൊണ്ട് എങ്ങോട്ടെന്നില്ലാതെ അവർ പാലായനം ചെയ്യുകയാണ്. അവർക്ക് പോകാൻ യാതൊരു ഇടങ്ങളുമില്ല. എവിടെയെല്ലാം അവർ പോകുന്നുണ്ടോ അവിടെയെല്ലാം ശത്രുക്കൾ അവരുടെ ആയുധങ്ങളുമായിട്ട് ബോംബുകളുമായിട്ട് അവർ കാത്തിരിക്കുകയാണ്. അവർ ബോംബുകൾ വർഷിച്ച് പാവപ്പെട്ട ജനങ്ങളെ ചുട്ടരിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു അവസ്ഥാവിശേഷത്തിൽ ഒരു ഇസ്ലാമിക ജീവിതം നയിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ അവർ രൂപപ്പെടുത്തിയെടുത്ത വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു പ്രാർത്ഥന, അള്ളാഹുവേ, ആ പാവപ്പെട്ട ഫലസ്തീനി മക്കളെ നീ സംരക്ഷിക്കണം അല്ലാഹ്. അവർക്ക് വേണ്ട സഹായങ്ങൾ നീ നൽകണം അല്ലാഹ്. അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഈമാനിൻ്റെ പ്രഭ വർദ്ധിപ്പിച്ചു കൊടുക്കണം അല്ലാഹ്. അള്ളാഹുവേ, അവരിൽ നിന്നും മൺമറഞ്ഞു പോയ അവരുടെ ഉറ്റവർക്കും ഉടയവർക്കും നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. അള്ളാഹുവേ, രക്തസാക്ഷികളുടെ എല്ലാ പദവികളും നീ നാളെ അവർക്ക് നീ നൽകണം അല്ലാഹ് എന്നുള്ള മഹത്തായ ഒരു പ്രാർത്ഥനയാണ് സത്യവിശ്വാസിയുടെ ഹൃദയാന്തരങ്ങളിൽ രൂപപ്പെട്ടു വരുന്നത്. അള്ളാഹുവിൻ്റെ ദീനിനെയും മുസ്ലിമീങ്ങളെയും അടിച്ചമർത്താൻ ഏത് ശക്തി ഒരുമ്പെട്ട് കഴിഞ്ഞാലും തീർച്ചയായിട്ടും ആത്യന്തികമായി കൊണ്ട് അവർ പരാജയത്തിൻ്റെ പടുകുഴിയിലാണ് എന്ന സത്യം നാം തിരിച്ചറിയാതെ പോകരുത്. ഒരു നിമിഷത്തേക്കെങ്കിലും, അല്ലെങ്കിൽ ഏതാനും ദിവസത്തേക്കെങ്കിലും, അല്ലെങ്കിൽ ഈ ചുരുങ്ങിയ ആയുസ്സിൽ അവർ ഒരു പടി ശത്രുവ്യൂഹം മുസ്ലിം സമൂഹത്തെ അടിച്ചമർത്തിക്കൊണ്ട് അവർ ആനന്ദ നൃത്തം ചവിട്ടിയേക്കാം. അവർ അവരുടെ കുടിലുകളിൽ, അവരുടെ ഗൃഹങ്ങളിൽ അവർ ആനന്ദ നൃത്തം ചവിട്ടിയേക്കാം. അതുപോലെ തന്നെ അവർ സംഗീതോപകരണങ്ങൾ കൊണ്ട് അവരുടെ ഗൃഹങ്ങളിൽ അവർ പാട്ടുകൾ പാടിക്കൊണ്ട് സംഗീതത്തിൽ മയങ്ങി അവർ അഭിരമിച്ചേക്കാം. പക്ഷേ നേരെ കുറച്ച് കാലങ്ങൾ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായും അവർക്ക് തന്നെ ബോധ്യപ്പെടുന്നതാണ്, നമ്മൾ പരാജയത്തിൻ്റെ പടുകുഴിയിലാണ്, ഒരിക്കലും നമ്മൾക്ക് ഇനി ഇതിൽ നിന്നും മോചനമില്ല എന്ന മഹത്തായ സത്യം അവർ ഉൾക്കൊള്ളുക തന്നെ ചെയ്യും. ഈ ഭൂമി ലോകത്ത് നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല
അവർക്ക് അത് പഠിപ്പിച്ചുകൊണ്ട് മാത്രമേ അവർ ഈ ഭൂമി ലോകത്ത് നിന്നും വിട പറയുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും പാവപ്പെട്ട ഫലസ്തീനി ജനതയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അവർക്ക് വേണ്ട എല്ലാവിധ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഈമാന്റെ പ്രഭയും അതുപോലെ തന്നെ ഇലാഹിയായിട്ടുള്ള വിശ്വാസവും അള്ളാഹു സുബ്ഹാനഹു വ തആല ആത്മധൈര്യം അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.